തിരുവനന്തപുരം നഗരസഭയിലെ KSRTC ഇലക്ട്രിക് ബസ്സുകളുടെ പുതുക്കിയ സർവീസുകളുടെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് നിർവഹിച്ചു. കുലശേഖരം കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ കൗൺസിലർമാരടക്കം നിരവധി പേർ പങ്കെടുത്തു. ആദ്യ സർവീസിൽ മേയറും യാത്ര ചെയ്തു. ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ, പ്രത്യേകിച്ച് ഈ KSRTC ഇലക്ട്രിക് ബസ്സുകൾ ഇടറോഡുകളിലൂടെ സർവീസ് ആരംഭിക്കുകയാണ്. അതിൽ ആദ്യമായി തന്നെ മേയർ വി രാജേഷ് യാത്ര ചെയ്തുകൊണ്ടാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മേയറും ഒപ്പം യാത്ര ചെയ്യുകയാണല്ലേ? അതെ, ഞാനുണ്ട്. വലിയുള്ള കൗൺസിലർ ഗിരികുമാറുണ്ട്, മുൻ കൗൺസിലർ പത്മയുണ്ട്, ശാസ്തമംഗലം മധുസൂദനൻ നായർ ശാസ്തമംഗലം മുൻ കൗൺസിലറുണ്ട്. അതുപോലെ ഇവിടുത്തെ ജനങ്ങളുണ്ട്, ഇവിടെ കൗൺസിലറെ ജയിപ്പിച്ച ജനങ്ങളുണ്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം ഇവിടെ ഒരു ഗ്രാമീണ സ്വഭാവമുള്ള സ്ഥലമാണ്. എല്ലാം സാധാരണക്കാരായ ആൾക്കാർ, കൂടുതലും നിത്യ ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഈ ഇടറോഡുകളിലൂടെ ബസ് വന്നത് വലിയ ആശ്വാസമാണ്, വലിയ സന്തോഷം. ഇതുപോലെ ഇവിടെ മാത്രമല്ല 23 വാർഡുകളിൽ 23 റൂട്ടുകളിൽ ഇന്ന് നാളെയൊക്കെ ആയിട്ട് സർവീസ് ആരംഭിക്കും. അതിനുശേഷം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആവശ്യമനുസരിച്ച് കൂടുതൽ റൂട്ടുകൾ സർവീസ് ഉണ്ടാവും. വലിയ സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് മേയർ. അതായത് ജോലിക്ക് പോകുന്നവരുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്, അവർക്കൊക്കെ വലിയ ആശ്വാസകരമാണല്ലേ? തീർച്ചയായിട്ടും. അതായത് സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഇടപെടുക, അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ അങ്ങനെ ഇടപെടുന്നു, തെരുവുനായെ പിടിക്കുന്നു. നമസ്കാരം. പ്ലാവോട്ട വണ്ടി പറഞ്ഞു ഒന്നുണ്ട്, അടുത്ത വണ്ടിയുണ്ട്. ഒരു പുറകെ പറഞ്ഞു. വരും. ജനങ്ങൾ കൃത്യമായി പരാതിയും അതോടൊപ്പം തന്നെ അഭിനന്ദനവും പറയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ബസ് റൂട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ വീണ്ടും പുനരാരംഭിച്ചപ്പോൾ വലിയ സന്തോഷമാണ് എന്ന് പറയുകയാണ് ജനങ്ങൾ. വലിയ അഭിനന്ദന പ്രവാഹം തന്നെയാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രധാനമായും ഏറ്റവും എടുത്തു സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു അതെ, തീർച്ചയായും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ആളുകൾ. അത്തരത്തിലൊരു പ്രതികരണവും സ്വീകാര്യതയും തന്നെയാണല്ലേ ലഭിക്കുന്നത്? തീർച്ചയായും. അതുകൊണ്ടില്ല, ഇവരൊക്കെ നിത്യ ജോലിക്ക് എവിടെയൊക്കെ ഏതോ വീട്ടിലോ അല്ലെങ്കിൽ ഏതോ സ്ഥാപനങ്ങളൊക്കെ പോകുന്നവരാണ്. അവർക്കൊക്കെ എല്ലാ ദിവസവും ഓട്ടോറിക്ഷ പിടിച്ച് വരാനായിട്ട് സാധിക്കില്ല. 150-200 രൂപ, ആകെ ഒരു 8,000 രൂപ ശമ്പളം കാണും. അപ്പോൾ അവർക്കൊക്കെ ചെറിയ പൈസയ്ക്ക് രാവിലെ വീടിൻ്റെ അടുത്തുനിന്ന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമാണ്. മിനിമം രാവിലെ വൈകുന്നേരം ഇതുപോലെ ബസ് ഓടിയാൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ആശ്വാസവും. ഞങ്ങൾ അതിനുള്ള പരിശ്രമത്തിലാണ്. എന്തായാലും KSRTC സഹകരിച്ചു, വളരെ നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ ബസ്സുകൾ ഓടും. തീർച്ചയായും വലിയ സ്വീകാര്യത തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ആ അമ്മയുടെ പ്രതികരണം പോലെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു അല്ലേ? അതെ, ഉറപ്പായിട്ടും. കാരണം ഇത് വളരെ വർഷത്തെ ഒരു ആഗ്രഹമാണ്. ഇത് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് KSRTCക്ക് വലിയ ബാധ്യതയുണ്ടായിരുന്ന കാര്യമല്ല. പക്ഷേ അതിന് മുൻകൈ എടുക്കാൻ ഇടക്കാലത്ത് ഇവിടുത്തെ കൗൺസിലർമാർ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ മേയർ വി രാജേഷ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ KSRTCയും പോസിറ്റീവായിട്ടുള്ളൊരു നീക്കമാണ് അതിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ 2 റൂട്ടുകളാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ബസിൻ്റെ യാത്ര പോലെ കോർപ്പറേഷൻ്റെ പദ്ധതികളുമായുള്ള യാത്ര മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ആ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ കണ്ടതാണ്. ക്യാമറമാൻ മനോജിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.